ചെമ്പ്ര ടൂറിസം അഴിമതിയിൽ വിജിലൻസിന്റെ അന്വേഷണം നേരിടുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന ആവശ്യവുമായി പരാതിക്കാരനും കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറിയുമായ ഷാജിർ അറാഫത്ത്. DFO S സജിന, മേപ്പാടി റേഞ്ചർ ഹരിലാൽ, ഡെപ്യൂട്ടി റേഞ്ചർ അരവിന്ദാക്ഷൻ എന്നിവർക്കെതിരെയാണ് പരാതി. വിരമിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ ചെമ്പ്ര ഇക്കോ ടൂറിസം വനസംരക്ഷണ സമിതിയിൽ നിയമിച്ച് വിനോദസഞ്ചാരികളിൽ നിന്ന് പണം പിരിച്ചതിൽ അഴിമതിയുണ്ടെന്നാണ് പരാതി. സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ക്രമക്കേട് കണ്ടെത്തിയതിൽ ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ചാണ് വിജിലൻസ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് പ്രതികരണം ഒന്ന് കേട്ടുവരാം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഇറക്കുന്ന ജിയോയിലും കൃത്യമായി പറയുന്നുണ്ട് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാൻ പാടില്ല എന്ന്. ഇതെല്ലാം മാനിക്കാതെ സൗത്ത് വയനാട് DFO സജിന പറയുന്നു FDA കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഈ 56 വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത പ്രഭാകരനെ 3 വർഷത്തേക്ക് നീട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കത്തയക്കുകയാണ്. അപ്പോൾ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർക്കൊന്നും കിട്ടാതെ ഇവിടെ സാമ്പത്തിക ക്രമക്കേട് നടക്കുന്നു. 2022 ഞാൻ പരാതി നൽകി, ഇത് ഇത്രയും ലംഘനങ്ങൾ നടത്തിക്കൊണ്ട് ഒരു നിയമനം നടത്തുകയാണ് എന്ന് പറയുന്നുണ്ട്. ഈ പരാതി ഞാൻ നൽകിയപ്പോൾ എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുക്കാനോ എന്നെ കേൾക്കാനോ ഒന്നും തയ്യാറാകാതെ ഇപ്പോൾ പറയുന്നത് എന്താ, ഇയാളെ പിരിച്ചുവിടാൻ പറയുന്നു. പക്ഷെ വേതനം നൽകിയത് ശരിയാണെന്ന്. വേതനം നൽകുന്നത് എങ്ങനെയാണ് ശരിയാവുന്നത്? നമുക്കിപ്പം VS രഞ്ജിത്ത് ചേരുന്നുണ്ട്. VS രഞ്ജിത്ത്, ഇതിൽ ഈ നിയമനവും ചട്ടവിരുദ്ധമാണ്. അങ്ങനെയാണെങ്കിൽ നിയമനത്തിന് തുടർന്ന് കൊടുത്തിരിക്കുന്ന മാസവേതനവും ശമ്പളവും ചട്ടവിരുദ്ധമാവുമല്ലോ. അപ്പോൾ ഇത് ആരിൽ നിന്ന് തിരിച്ചു പിടിക്കും? അപ്പോൾ ഇതിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പരാതിക്കാരൻ പറയുന്നതല്ലേ? തീർച്ചയായിട്ടും 2 തരം ക്രമക്കേടുകളാണ്. ഒന്ന്, ഈ വിരമിച്ച ഉദ്യോഗസ്ഥനെ വനം വകുപ്പിൻ്റെ ഓഫീസിൽ നിയമിച്ചത് തന്നെ ക്രമക്കേടാണ്. കാരണം സർക്കാരിൻ്റെ 2 ഉത്തരവുകളുണ്ട്. സർക്കാർ ജോലികളിൽ നിന്ന് വിരമിച്ചവരെ സർക്കാർ ഓഫീസുകളിൽ നിയമിക്കാൻ പാടില്ല എന്ന തരത്തിൽ. അത് വനം വകുപ്പിൽ പ്രത്യേകിച്ച് പാടില്ല എന്ന് വനം വകുപ്പിൻ്റെ ഒരു ഉത്തരവുണ്ട്. ഈ ഉത്തരവുകൾ മറികടന്നുകൊണ്ടാണ് പ്രഭാകരനെ ചെമ്പ്ര പീക്കിൻ്റെ FDAയുമായി ബന്ധപ്പെട്ട നിയമനത്തിൽ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ നിയമനം നടന്ന ശേഷം ചെമ്പ്ര പീക്കിൽ അനധികൃതമായി വിനോദസഞ്ചാരികളിൽ നിന്ന് പണം പിരിച്ചതിലും അഴിമതിയുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നിയമനവും ആ നിയമനത്തെ തുടർന്നുണ്ടായിട്ടുള്ള ചെമ്പ്ര പീക്കിലെ പണം പിരിവും അനധികൃതമായി കണ്ടെത്തിയിരിക്കുന്നു. ആ പണം പിരിവിനെ സംബന്ധിച്ച് വിജിലൻസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ പ്രഭാകരൻ്റെ നിയമനവും പ്രഭാകരന് കൊടുത്ത ശമ്പളത്തെക്കുറിച്ചുള്ള ആരോപണവും അതോടൊപ്പം ഈ പ്രഭാകരനെ നിയമിച്ചുകൊണ്ട് ചെമ്പ്ര പീക്കിൽ നടത്തിയിട്ടുള്ള പണപ്പിരിവും അതിലുള്ള അഴിമതിയും, അതായത് ചെമ്പ്ര പീക്കിൽ ഏകദേശം 1.5 കോടിയോളം രൂപയുടെ അധിക വരുമാനം ഈ പ്രഭാകരനെ പിരിച്ചുവിട്ട ശേഷം ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രഭാകരൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ധാരാളം നഷ്ടം ഉണ്ടായിട്ടുള്ളതായി ഈ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ആരോപണങ്ങൾ നിലനിൽക്കെ ഈ ആരോപണങ്ങൾ ഉള്ള ഉദ്യോഗസ്ഥന്മാരെ, സജന ഉൾപ്പെടെ അരവിന്ദാക്ഷൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തണം എന്നാണ് ഇപ്പോൾ പരാതിക്കാരൻ ആവശ്യപ്പെടുന്നത്. ഇവർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ സജനയൊക്കെ ഇടക്കാലത്ത് ട്രാൻസ്ഫർ ചെയ്യുകയും ആ ട്രാൻസ്ഫർ മരവിപ്പിച്ച് അവരെ സ്ഥിരമായി അവിടേക്ക് തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഈ പരാതിക്കാരനും കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ഷാജിർ അറാഫത്ത് പരാതിയുമായി എത്തുന്നത്. ഓക്കെ, ഇപ്പോൾ VS രഞ്ജിത്താണ് നമുക്കൊപ്പം ചേർന്നത്.